കത്തോലിക്ക സഭ ഗാർഹിക സഭ എന്നാണ് കുടുംബങ്ങളെ വിളിക്കുന്നത്. സഭയുടെ ചിന്തയും പഠനങ്ങളും പാരമ്പര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ സഭ പറയുന്നത് ഓരോ കുടുംബവും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ഒരു സമൂഹമാണ്. അപ്പനും അമ്മയും മക്കളും കൂടിയ ആ ചെറിയ സമൂഹം ഗാർഹിക സഭയാണ്. വീണ്ടും സഭയുടെ വേറെ ചിന്തയാണ് ക്രൈസ്തവ കുടുംബം വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഓരോ കുടുംബങ്ങളും. അതുകൊണ്ട് ഗാർഹിക സഭ എന്ന് പറയാൻ. നമ്മുടെ ചെറുപ്പകാലങ്ങൾ എടുത്തു നോക്കിയേ, ഒരു 40-50 വർഷം മുമ്പൊക്കെ ഒന്ന് എടുത്തു നോക്കിയേ, കുടുംബങ്ങളിലെ മാതാപിതാക്കളുടെ ഒരു ദൈവാശ്രയത്വം ഉണ്ടല്ലോ. ചിലപ്പോൾ വിദ്യാഭ്യാസമില്ലാത്ത മാതാപിതാക്കളായിരിക്കാം, പക്ഷെ അവർക്ക് ദൈവാശ്രയത്വം ഉണ്ടായിരുന്നു. അവർക്ക് എപ്പോഴും കർത്താവിനെ ആശ്രയിക്കുന്ന ഒരു 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 മനസ്സ്, ഒരു ഹൃദയം, ഒരു ജീവിതശൈലി. പക്ഷെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് പല കുടുംബങ്ങളിലും ഈ ഐക്യമില്ലാത്തൊരവസ്ഥ, ദൈവാശ്രയത്വമില്ലാത്ത അവസ്ഥ. അതായത് അതിന് കാരണം എന്താ? കർത്താവിനെ വിട്ട് മറ്റെന്തിനെയോ സ്വന്തമാക്കുന്ന ചില ജീവിത രീതികൾ കുടുംബങ്ങളിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുക. ഈ ദൈവാശ്രയത്വം കുറച്ചു. കാരണം എന്താ? ദൈവവുമായുള്ള ബന്ധം കുറയുക. ദൈവത്തേക്കാൾ ഉപരിയായിട്ട് മറ്റെന്തിനെയൊക്കെയോ നമ്മൾ പ്രീതിപ്പെടുത്താൻ വേണ്ടി പല മാതാപിതാക്കളും ശ്രമിക്കുമ്പോൾ മക്കളാ വഴിയിലേക്ക് പോവുക. അതുകൊണ്ട് കുടുംബത്തിലെ, പ്രത്യേകിച്ച് ക്രിസ്തീയ കുടുംബങ്ങളിലെ മൂല്യച്യുതിയുടെ അടിസ്ഥാന കാരണം ദൈവാശ്രയത്വക്കുറവെന്ന് നമുക്ക് പറയാൻ സാധിക്കും.